പുതിയ പ്രവണതകൾ പലതും കടന്നു വരുമ്പോൾ നാടിനും ലോകത്തിനും ഏറ്റവും ക്രിയാത്മകമായിട്ടുള്ള സന്ദേശം പകരുന്ന സമ്മേളനമാണ് ഈ കാസർഗോഡ് പ്രദേശത്ത് വെച്ച് നടക്കുന്നത്. ലോകത്തെവിടെയും ഇന്ന് കാഠിന്യം വർദ്ധിച്ചു വരുന്നത് നമ്മൾ കാണുന്നു. ഹിംസാത്മകത വർദ്ധിച്ചു വരുന്നത് നമ്മൾ കാണുന്നു. ഒരു ഭാഗത്ത് കടുത്ത ധാർമ്മികമായിട്ടുള്ള പതനം, മറുഭാഗത്ത് മാനവികമായിട്ടുള്ള പ്രതിസന്ധി. ലോകം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി സാമ്പത്തിക പ്രതിസന്ധിയാണോ? അല്ല. രാഷ്ട്രീയ പ്രതിസന്ധിയാണോ? അല്ല. സാമൂഹിക ശാസ്ത്രപരമായ പ്രതിസന്ധിയാണോ? ഒരിക്കലുമല്ല. വൈജ്ഞാനികമായ പ്രതിസന്ധിയാണോ? അതുമല്ല. പിന്നെ എന്താണ് ലോകത്തിന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് ചോദിച്ചാൽ അത് മാനവിക പ്രതിസന്ധിയാണ്, ഹ്യൂമൻ ക്രൈസിസ് ആണ്. അതിനെ തരണം ചെയ്യാൻ ശക്തമായ വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകാനുള്ള പ്രതിജ്ഞ പുതുക്കേണ്ട സമയമാണിത്. വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ. വന്ദരായ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളവറുകൾ അടക്കം വേദിയിലുള്ള സമസ്തയുടെ ബഹുമാന്യരായ പണ്ഡിതരെ, സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ, അഭിമന്യരായ സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ അവർകളെ, MT അബ്ദുള്ള മുസ്ലിയാർ അവർകളെ, ഈ സെഷനിൽ പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട UT ഖാദർ സാഹിബ് അടക്കമുള്ള ജനനേതാക്കളെ, യോഗം ഉദ്ഘാടനം ചെയ്ത അഭിവന്യനായ വിശിഷ്ടാതിഥി അടക്കമുള്ള വന്യരായ മഹത്തുക്കളായ പണ്ഡിതരെ, നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഈ മഹാസംഭവത്തിലേക്ക് അത്യാവേശപൂർവ്വം എത്തിച്ചേർന്നിട്ടുള്ള എൻ്റെ ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, സന്തോഷകരമായിട്ടുള്ള അഭിമാനകരമായിട്ടുള്ള ഈ സന്ദർഭത്തിൽ ഇവിടെ വരാനും ഈ സമ്മേളനത്തിൽ പങ്കുകൊള്ളാനും സാധ്യമായതിൽ അല്ലാഹുവെ സ്തുതിക്കുകയാണ്. സമസ്തയുടെ 100-ാം വാർഷികം ചരിത്രത്തിൽ എഴുതപ്പെടുന്ന ഒരു മഹാസംഭവമാണ്. ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കുന്ന, നാളുകളിലേക്ക് പ്രത്യാശയോടെ ഉറ്റുനോക്കുന്ന സന്ദർഭമാണ്. കഴിഞ്ഞ ദിവസം സമാദരണീയരായ സമസ്ത പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളവറുകളുടെ ആധ്യക്ഷത്തിൽ ആദരണീയരായ നേതാവ് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളവറുകൾ ഉദ്ഘാടനം ചെയ്ത ശേഷം ഇൻഷാ അല്ലാഹ് 8-ാം തീയതി മഹാസമ്മേളനത്തോടെ സമാപിക്കാനിരിക്കുന്ന ഈ മഹത്തായ സംഭവത്തിൻ്റെ വിവിധ സെഷനുകളിൽ വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങൾ, ബോധവൽക്കരണങ്ങൾ എല്ലാം നടക്കുകയാണ്. സുചിന്തിതമായിട്ടുള്ള വ്യവസ്ഥാപിതമായിട്ടുള്ള പരിപാടികൾ, വളരെ വിപുലമായിട്ടുള്ള സജ്ജീകരണങ്ങൾ. പഴയ നാളുകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ രോമാഞ്ചമുളവാക്കുന്ന ഓർമ്മകളുമായിട്ടാണ് ഞാനിവിടെ ഈ വേദിയിൽ വന്ന് നിൽക്കുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ എത്രയെത്രയോ സമ്മേളനങ്ങളിൽ പങ്കുകൊണ്ടിട്ടുള്ള അനുഭവങ്ങളും ഓർമ്മകളുമുള്ള എത്രയോ പേരിൽ ഒരാളെന്ന നിലയിൽ അത്തരം മഹിതമായ വേദികളിൽ മഹത്തുക്കളായ പണ്ഡിതന്മാർക്കൊപ്പം നേതാക്കൾക്കൊപ്പം പങ്കുകൊണ്ടതിൻ്റെ ഓർമ്മകൾ അയവിറക്കിക്കൊണ്ടല്ലാതെ ഈ സമ്മേളന നഗരിയിലേക്ക് കാലെടുത്ത് വെക്കാൻ സാധിക്കില്ല. സമസ്ത ഒരു ചരിത്രമാണ്, ഒരു പാരമ്പര്യമാണ്. അതോടൊപ്പം അത് വർത്തമാനകാലത്തെ നമ്മുടെ നാട്ടിലെ വളരെ സ്വദേശപരമായി സാർത്ഥകമായി പ്രവർത്തിക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ്. ഇതുപോലുള്ളൊരു സമ്മേളനത്തിൽ സമയപരിമിതിയിൽ വലിയ വിഷയങ്ങളിലേക്കൊന്നും കടന്നു ചെന്ന് ഒരു പ്രസംഗം നടത്താനല്ല ഞാനിവിടെ നിൽക്കുന്നത്.
വളരെ കലുഷമായ ഒരു കാലഘട്ടത്തിലൂടെ ലോകം കടന്നു പോകുമ്പോഴാണ് സമസ്ത 100 വർഷം പൂർത്തിയാക്കുന്നത്. ലോകത്തേക്ക് ചുറ്റുപാടും നോക്കുമ്പോൾ, നമ്മുടെ രാജ്യത്ത് നോക്കുമ്പോൾ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ പരിസരങ്ങളിൽ പുതിയ പ്രവണതകൾ പലതും കടന്നു വരുമ്പോൾ നാടിനും ലോകത്തിനും ഏറ്റവും ക്രിയാത്മകമായിട്ടുള്ള സന്ദേശം പകരുന്ന സമ്മേളനമാണ് ഈ കാസർഗോഡ് പ്രദേശത്ത് വെച്ച് നടക്കുന്നത്. ലോകത്തെവിടെയും ഇന്ന് കാഠിന്യം വർദ്ധിച്ചു വരുന്നത് നമ്മൾ കാണുന്നു. ഹിംസാത്മകത വർദ്ധിച്ചു വരുന്നത് നമ്മൾ കാണുന്നു. ഒരു ഭാഗത്ത് കടുത്ത ധാർമ്മികമായിട്ടുള്ള പതനം, മറുഭാഗത്ത് മാനവികമായിട്ടുള്ള പ്രതിസന്ധി. ലോകം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി സാമ്പത്തിക പ്രതിസന്ധിയാണോ? അല്ല. രാഷ്ട്രീയ പ്രതിസന്ധിയാണോ? അല്ല. സാമൂഹിക ശാസ്ത്രപരമായ പ്രതിസന്ധിയാണോ? ഒരിക്കലുമല്ല. വൈജ്ഞാനികമായ പ്രതിസന്ധിയാണോ? അതുമല്ല. പിന്നെ എന്താണ് ലോകത്തിന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് ചോദിച്ചാൽ അത് മാനവിക പ്രതിസന്ധിയാണ്, ഹ്യൂമൻ ക്രൈസിസ് ആണ്. അതിനെ തരണം ചെയ്യാൻ ശക്തമായ വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകാനുള്ള പ്രതിജ്ഞ പുതുക്കേണ്ട സമയമാണിത്. വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ വലാ തൻസ നസീബക മിനദ് ദുനിയ വഅഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർദ് ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ. അല്ലാഹു നിനക്ക് നൽകിയ പരലോകത്തെ നീ കാംക്ഷിച്ചുകൊണ്ടേയിരിക്കുക. ഈ ലോകത്തുള്ള നിന്റെ ഓഹരിയും നീ മറക്കാതിരിക്കുക. അല്ലാഹു നിനക്ക് നന്മ ചെയ്ത പോലെ നീ മറ്റുള്ളവരോട് നന്മ ചെയ്യുക. ഇതാണ് മതം അനുശാസിക്കുന്നത്. നന്മ ചെയ്യാനാണ്. ഒരിക്കലും നീ ഭൂമിയിൽ കുഴപ്പം സൃഷ്ടിക്കരുത്. വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർദ് ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ. അല്ലാഹുവിന് കലാപമുണ്ടാക്കുന്നവരെ ഇഷ്ടമല്ല. അസമാധാനമാണ് ചുറ്റുവട്ടത്ത് നമുക്ക് കണ്ണോടിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. യുദ്ധങ്ങൾ, യുദ്ധഭീഷണികൾ, ഹിംസയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒട്ടേറെ നടപടികൾ, നാവുകൊണ്ട് വൈരം പരത്തുന്ന ആളുകൾ. ഒരു ഭാഗത്ത് അധാർമികത കൊണ്ടുവരാൻ അധാർമികതയുടെ കൂലം കുത്തി ഒഴുക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നു. നമ്മുടെ രാജ്യത്തിന്റെ ബഹുസ്വരത കാത്തുരക്ഷിക്കാൻ നാം ഒറ്റക്കെട്ടായി തീർന്നുകൊണ്ടാണ് സമസ്ത ഈ സമ്മേളനത്തിലും ഇതിനു മുമ്പുമെല്ലാം അതിന്റെ നയരൂപീകരണം നിർവഹിച്ചിട്ടുള്ളത്. സമസ്തയുടെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് അഭിവന്ദനായ പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നടത്തിയ ശതാബ്ദി യാത്ര, അതിൽ പങ്കെടുത്തിട്ടുള്ള ഒരാളാണ് ഞാനും. അവിടെ മാത്രമല്ല, മറ്റു പലയിടത്തും ഈ സന്ദേശം, രാജ്യത്തിന് സ്നേഹത്തിന്റെ സന്ദേശം, മൈത്രിയുടെ സന്ദേശമാണ് നൽകുകയുണ്ടായത്. അസമാധാനം ഒരു ഭാഗത്ത്, മറുഭാഗത്ത് എന്ത് ധർമ്മം, എന്ത് മതം. ആദ്യമായി ദൈവത്തെ നിഷേധിക്കുന്നു. ദൈവനിഷേധം യഥാർത്ഥത്തിൽ കൊണ്ടുവരുന്നത് മറ്റു പലതിനെയും നിഷേധിക്കാനാണ്. പെറ്റ തള്ളയെ തള്ളിപ്പറയണം, മാതാപിതാക്കളെ തള്ളിപ്പറയണം, ബന്ധങ്ങളെ നിഷേധിക്കണം. ലിബറലിസത്തിന്റെ പേരിൽ, മറ്റു പലതിന്റെയും പേരിൽ, എന്തിനേറെ പറയണം, വിവാഹം പോലും ആവശ്യമില്ല, സഹജീവിതം മതി എന്ന് വാദിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ലിവിങ് ടുഗദർ, സഹജീവിതം, ഒന്നിച്ച് ജീവിക്കുക, വിവാഹം വേണ്ടതില്ല. ആടുമാടുകളെ പോലെയുള്ള ഒരവസ്ഥയിലേക്ക് മാനവരാശിയെ കൊണ്ടുപോകാൻ കരുതിക്കൂട്ടിയുള്ള ശ്രമം നടക്കുമ്പോൾ ഇന്ന അഫ്ഖല ശൈഇൻ ഫിൽ മീസാനി യൗമൽ ഖിയാമത്തി ഹുസ്നുൽ ഖുലുഖ്. അന്ത്യനാളിൽ ഏറ്റവും അധികം മനുഷ്യരുടെ കർമ്മങ്ങൾ തൂക്കുന്ന തുലാസിൽ ഭാരത്തോടുകൂടി തൂങ്ങുന്നത് സ്വഭാവ മഹിമയായിരിക്കുമെന്ന പരിശുദ്ധ റസൂൽ സയ്യിദുനാ വ നബിയുനാ ഖൈറുൽ വറാ ശഫീഉൽ വറാ താഹ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയുടെ ആ സന്ദേശം. മനുഷ്യരെ ഉന്നത സ്വഭാവത്തോടെ ജീവിക്കണം ഈ ഭൂമുഖത്ത്. ധർമ്മം കൂടാതെ കഴിയില്ല. ഏത് മതത്തിലാകട്ടെ, മതമില്ലാത്തവരാകട്ടെ, ഒരു മൂല്യബോധവുമില്ലാതെ വന്നാൽ ഈ ലോകം എന്തായിത്തീരും? ഇന്നു വളരെ തുറന്ന രീതിയിൽ അക്രമം പ്രചരിപ്പിക്കുന്നു, വൈരം പറയുന്നു. ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്ത് പോലും
ഇന്ത്യ എന്നും നിലനിൽക്കുന്നതിന്റെ ബഹുസ്വരതയിലാണ്, അതിന്റെ പ്ലൂരാലിറ്റിയാണ്. പലതാണെങ്കിലും ഇന്ത്യ ഒന്നാണ്. അത് ഇന്ത്യയുടെ ഐക്യമാണ്. ഗാന്ധി കെട്ടിപ്പടുത്ത ഇന്ത്യയാണ്, ജവഹർലാൽ കെട്ടിപ്പടുത്ത ഇന്ത്യയാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ഹിന്ദു മുസ്ലിം ക്രൈസ്തവ മൈത്രിയിലൂടെ കെട്ടിപ്പടുത്ത രാജ്യമാണ്. ആ രാജ്യത്തിന്റെ ബഹുസ്വരതയെ തകർക്കാൻ, ഛിന്ന ഭിന്നമാക്കാൻ എന്തൊക്കെയാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് സമാധാനവും സ്നേഹവുമാണ് നമ്മുടെ മുമ്പിലുള്ള വഴി. അത് രാജ്യത്തെയും സമൂഹത്തെയും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് സമസ്തയുടെ 100ാം വാർഷിക സമ്മേളനം. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്നപ്പോൾ അവിടെയുള്ള ന്യൂനപക്ഷമായ ജൂതന്മാരെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ഒരു കരാറ് രേഖപ്പെടുത്തിയത് ലോക ചരിത്രത്തിലെ മഹാസംഭവമാണ്. മാനവ ചരിത്രത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയാണത്, ദ ഫസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. അതിന്റെ 25ാമത്തെ ഖണ്ഡികയിൽ പുണ്യ റസൂൽ പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന യഹൂദ ബനി ഔഫിൻ ഉമ്മത്തും മഅൽ മുഅ്മിനീൻ. ജൂതന്മാരിൽപ്പെട്ട ബനു ഔഫ് എന്ന് പറയുന്ന ഗോത്രം മുഅ്മിനീങ്ങളോടൊപ്പം, വിശ്വാസികളോടൊപ്പം ഒറ്റ സമുദായമാണ്. പുണ്യ റസൂലിന്റെ കരാറിലെ 25ാം ഖണ്ഡികയിലെ വാക്കാണിത്. ഈ ചരിത്ര സംഭവം എടുത്തുദ്ധരിച്ചുകൊണ്ട് മോണ്ട്ഗോമറി വാട്ട് എന്ന ചരിത്രകാരൻ പറയുകയാണ്, ദ ഉമ്മ ഈസ് എ കോംപ്ലക്സ് കമ്മ്യൂണിറ്റി. പുണ്യ റസൂൽ ഉദ്ദേശിച്ച ഉമ്മത്ത് എന്ന് പറയുന്നത് ഒരു സമ്മിശ്ര സമൂഹമാണ്. ടു വിച്ച് ദ പ്രൊഫറ്റ് വാസ് സെന്റ്. അതിലേക്കാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടത്. അതുകൊണ്ട് ആ മഹത്തായിട്ടുള്ള ഐക്യവും സ്നേഹവും ഊട്ടിയുറപ്പിച്ചുകൊണ്ട് ആ ഏത് പ്രതിസന്ധിയെയും നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോകാനുള്ളതായ ഒരുപാട് ദേഹേച്ഛകൾ വർദ്ധിച്ച ഈ കാലത്ത് അതിനുള്ള പ്രതിജ്ഞയാണ് പ്രിയപ്പെട്ടവരെ ഈ സമ്മേളനം പ്രദാനം ചെയ്യുന്നത്. സയ്യിദുനാ ഇമാം മുഹമ്മദ് ഇദ്രീസ് ശാഫിഈ റഹിമഹുല്ലാഹ് അവിടുത്തെ വിശേഷപ്പെട്ട കവിതയിൽ പറഞ്ഞ പോലെ, നാനാഭാഗത്തു നിന്നും ഞാൻ അമ്പേൽക്കുകയാണ് ഇബ്ലീസ് വദ്ദുനിയാ വനഫ്സി വൽ ഹവാ. ഒരു ഭാഗത്ത് ഇബ്ലീസിൽ നിന്നുള്ള ഭീഷണികൾ, മറുഭാഗത്ത് ഐഹികമായ ഭീഷണികൾ, മറുഭാഗത്ത് എന്റെ സ്വന്തം നഫ്സ്, മനുഷ്യന്റെ ദേഹത്തിൽ നിന്നുള്ള, സ്വത്വത്തിൽ നിന്നുള്ള ഭീഷണികൾ, വൽ ഹവാ, ദേഹേച്ഛയിൽ നിന്ന്. അന്നാ യഫിറു മിനൽ ഹവാ, ആ ദേഹേച്ഛയിൽ നിന്ന് എങ്ങോട്ടാണ് ഓടിപ്പോകാൻ സാധിക്കുക എന്ന് ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ്, മഹാപണ്ഡിതനായ ദീനിന്റെ ഇമാമായ ഇമാം ശാഫിഈ ചോദിച്ച പോലെ. പക്ഷെ അതിൽ നിന്ന് ഓടിപ്പോകാൻ വ്യക്തമായിട്ട് നമുക്ക് സാധിക്കണം. ആ നഫ്സിന്റെ ഒരുപാട് ദേഹേച്ഛകളുടെ കാലത്താണ് നാം ജീവിക്കുന്നത്. പുതിയ പുതിയ മീഡിയകളിലൂടെ മനുഷ്യന്റെ ആഗ്രഹങ്ങളെ ഉണർത്തുന്നു, അവനെ ഏതോ ഒരു ലോകത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. അവിടെയെല്ലാം നമ്മുടെ മുമ്പിലുള്ള മാതൃക പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധ റസൂലിന്റെ പിന്നിലാണ് ലോകനായകനായ വിശ്വാചാര്യനായ പരിശുദ്ധ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാ അഅതല്ലാഹു തആല നബിയൻ മാ അഅത നബിയനാ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ നബിക്ക് നൽകിയത് മറ്റൊരു നബിക്കും അല്ലാഹു നൽകിയിട്ടില്ല. സയ്യിദുനാ ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് പറയുകയാണ്. അപ്പോൾ മറ്റ് അമ്പിയാക്കളുടെ ഉന്നതമായ മുഅ്ജിസത്തുകൾ ഇമാം ശാഫിഈ റഹിമഹുല്ലയുടെ മുമ്പാകെ ആരോ ഉന്നയിച്ചപ്പോൾ ഷാഫി ഇമാം പറയുകയാണ്, ഫഖാല അഅതാ മുഹമ്മദൻ ഹനീനൽ ജിദ്അ. അല്ലാഹുവിന്റെ റസൂലിന് അല്ലാഹു ഉണങ്ങിയ ഈത്തപ്പന തണ്ടിന്റെ കരച്ചിൽ നൽകുകയുണ്ടായി. ഹത്താ സമിഅ സൗതഹു. മദീനയിൽ നിന്നൊരു മിമ്പറിൽ നിന്ന് പുതിയ മിമ്പറിലേക്ക് മാറിയപ്പോൾ പഴയ മിമ്പറിലെ ഉണങ്ങിയ തടി കരഞ്ഞതെടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് അത്ര വലിയ ഫضل മറ്റാർക്കാണ് നൽകിയത് എന്ന് ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് ചോദിച്ച പോലെ, ആ പരിശുദ്ധ റസൂലിന്റെ ഉമ്മത്തി എന്ന നിലയിൽ ലോകത്തിന് സമാധാനം നൽകാൻ, നീതി തന്നെ എപ്പോഴും ലോകത്ത് പുലർത്താനുള്ളതായ കടമ ഈ കാലഘട്ടത്തിൽ എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ടായിരിക്കണമെത്. മനുഷ്യർക്കിടയിൽ വിവേചനമില്ല. ആര് വിരോധം പറയട്ടെ, ആര് വൈരവും വിദ്വേഷവും പ്രചരിപ്പിക്കട്ടെ, ആര് വാക്കുകൊണ്ട് ശത്രുതയുണ്ടാക്കാൻ ശ്രമിക്കട്ടെ, അതിനെ സ്നേഹം കൊണ്ട് നേരിടുക എന്നുള്ളതാണ്. സ്നേഹം തന്നെയാണ് ലോകത്തിന്റെ മുമ്പിലുള്ള ഏറ്റവും വലിയ രക്ഷാമാർഗം എന്ന് പറയുന്നത്. അതോടൊപ്പം പുതിയ തിന്മകളെ പറ്റി സമൂഹത്തെ ബോധ്യപ്പെടുത്തണം. സ്വാഗത പ്രസംഗത്തിലും ബഹുമാനപ്പെട്ട അധ്യക്ഷ പ്രസംഗത്തിലും അക്കാര്യം സൂചിപ്പിച്ചു. ഉദ്ഘാടകൻ പുണ്യ റസൂലിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം അനന്തരാവകാശം മീറാത്ത് അത് ഊന്നി പറഞ്ഞുകൊണ്ടാണ്
ഇവിടെ പ്രസംഗിക്കുകയുണ്ടായത്. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാനന്നാസു യസ്അലൂന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഖൈർ, ജനങ്ങൾ പുണ്യ റസൂലിനോട് ഖൈറിനെ കുറിച്ചൊക്കെ ചോദിച്ചു കൊണ്ടിരുന്നപ്പോൾ കുന്തു അസ്അലുഹു അനിശ് ശർറ്, ഞാൻ പുണ്യ റസൂലിനോട് ഷെറിനെ കുറിച്ചാണ് എപ്പോഴും ചോദിക്കാറുണ്ടായിരുന്നത്. എന്താണ് ഷെറ്, എന്തൊക്കെയാണ് ഷെറ്, എന്തൊക്കെയാണ് തിന്മ, എന്തിന്? മഹാഫതൻ യുദ്രികനി, എന്നെ ഷെറ് പിടികൂടുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് ഞാൻ ഷെറിനെ കുറിച്ചാണ് പുണ്യ റസൂലിനോട് ചോദിച്ചു കൊണ്ടിരുന്നത് സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. ഇന്ന് ഷെറ് വ്യാപിപ്പിക്കാൻ, ഷെറ് പരത്താൻ കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടക്കുന്ന ഒരു കാലത്ത് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സമസ്ത അതിന്റെ 100 കൊല്ലത്തെ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ മഹാന്മാരായ പണ്ഡിതന്മാർ അന്ന് പറഞ്ഞത് ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്നേഹമാണ്. വൈരവും വിദ്വേഷവും പ്രചരിപ്പിക്കാനുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങളുണ്ട്, അതിനെ ഇരയാക്കാനുള്ള ശ്രമങ്ങളുണ്ട്. ഇതിന്റെ പിന്നിലൊക്കെ രാഷ്ട്രീയ അജണ്ടകളും ഉണ്ടായേക്കാം. വൈരം പ്രചരിപ്പിക്കാൻ ഉദ്ദേശിപ്പിക്കുന്നവരെ പിന്തുണക്കുന്ന രാഷ്ട്രീയ അജണ്ടകൾ, ധാർമ്മികമായ തകർച്ചയെ പിന്തുണക്കുന്ന രാഷ്ട്രീയ അജണ്ടകൾ, അതുപോലെ സാമൂഹികമായിട്ടുള്ള കാര്യപരിപാടികൾ, അതിനെയൊക്കെ തിരിച്ചറിഞ്ഞ് രാജ്യത്തെ, നമ്മുടെ പ്രിയപ്പെട്ട രാജ്യത്തെ, നമ്മുടെ ഭാരത രാജ്യത്തെ ഐക്യത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ, എല്ലാ വിഭാഗം ജനങ്ങൾക്കിടയിലും സമാധാനത്തോടെ വർത്തിക്കാൻ കുറഞ്ഞ കാലത്തെ മനുഷ്യൻ ആയുസുള്ളൂ. അത് വളരെ കുറഞ്ഞ ആയുസാണ്. യഥാർത്ഥമായ അറിവ് വഴി മാത്രമാണ് മനുഷ്യന് മനുഷ്യനായിട്ട് ജീവിക്കാൻ സാധിക്കുന്നത്. ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുല്ലാ പറഞ്ഞതുപോലെ യഥാർത്ഥമായ അറിവ് തേടുന്നത് അള്ളാഹുവിന്റെ വജ്ഹിന് വേണ്ടിയാണ്. നമ്മൾ രണ്ട് ലോകത്തിന്റെ ആധിപത്യം നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ ശരിയായ ഇൽമ്, യഥാർത്ഥമായ ഇൽമ്, അനാഫിയായ ഇൽമ് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം. ഈ ക്യാമ്പ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാനാണ്. കഴിഞ്ഞകാല സമസ്ത സമ്മേളനങ്ങളിൽ വന്നുപോയ എത്രയോ ആളുകൾ ഞാൻ ഇന്ന് ഈ സമ്മേളന നഗരിയിലേക്ക് കണ്ടപ്പോ പഴയ എത്രയോ മുഖങ്ങളെ കണ്ടു. വളരെ പുഞ്ചിരിച്ച് എത്രയോ സ്നേഹത്തോടെ വർഷങ്ങൾക്ക് ശേഷമുള്ള മുഖങ്ങളെ പോലും ഇവിടെ വെച്ച് കണ്ടു. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, കഴിഞ്ഞ സമ്മേളനങ്ങളിൽ നമ്മൾ കൈകോർത്ത് പിടിച്ചവർ എത്രയോ പേർ ഇന്ന് നമ്മോടൊപ്പം ഇല്ല. ലായി ഹയാത്തായി ഖസാലേ ചലി ചലി, ജീവിതം തന്നു, നമ്മൾ ജീവിച്ചു. അപ്പനെ ഖുഷിയായേ, മരണം വന്നപ്പോ നമ്മൾ മരിച്ചുപോയി. അപ്പനെ ഖുഷിയായേ, നമ്മൾ സ്വയം തെരഞ്ഞെടുത്തിട്ട് ഈ ഭൂമിയിലേക്ക് വന്നതല്ല. അപ്പനെ ഖുഷി ചലേ, സ്വന്തം ഇഷ്ടപ്പെട്ടിട്ട് ഈ ഭൂഗത്തുനിന്ന് ആരും പോകുന്നില്ല. ഒരു വിധി അനുസരിച്ചാണ്, ആ അള്ളാഹുവിന്റെ വിധിയാണ് നമ്മെ ഒരുമിച്ച് കൂടാൻ, ഏറ്റവും അധികം നമ്മെ ഒരുമിച്ച് കൂട്ടാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് സമസ്ത ഇതാണ് എന്നും പറഞ്ഞുകൊണ്ടിട്ടുള്ളത്. ഈ മൈത്രിയിലൂടെ ജനതയുടെ ധാർമ്മിക ബോധം ശക്തിപ്പെടുത്തുക, ജനങ്ങളുടെ ധർമ്മബോധം തകർക്കുന്ന ഒന്നിനെയും പ്രോത്സാഹിപ്പിക്കാവതല്ല. മഹല്ലത്തുകളിൽ, ഗ്രാമങ്ങളിൽ, നഗരങ്ങളിൽ ജനങ്ങളെ ധർമ്മബോധത്തിൽ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് അതോടൊപ്പം ഐക്യം, സമുദായത്തിലെ ഐക്യത്തോടൊപ്പം സ്വന്തമായ നിലപാടിൽ ഉറച്ചു നിന്ന ഘട്ടത്തിൽ അതോടൊപ്പം എപ്പോഴും ഐക്യത്തോടൊപ്പം സമസ്ത സഞ്ചരിച്ചിട്ടുണ്ട്. സമസ്തയുടെ ചരിത്രത്തിൽ എന്നത് പ്രകടമായി കാണാൻ സാധിക്കും. സമസ്തയുടെ നേതാക്കന്മാരായ പണ്ഡിതന്മാർ അതിന് നൽകിയ പ്രാധാന്യം സമസ്തയുടെ തന്നെ നിലപാടിന്റെ ഭാഗമാണ്. ഈ കഴിഞ്ഞ ശതാബ്ദി യാത്രയിലും അഭിവന്ദനായ സമസ്ത പ്രസിഡന്റ് എത്രയോ സ്ഥലങ്ങളിൽ ഈ നയങ്ങൾ വെളിവാക്കിയത് നേരിട്ടും പത്രധാരായും ഒക്കെ മനസ്സിലാക്കിയവരാണ് നമ്മൾ. രാജ്യം വെല്ലുവിളികളെ നേരിടുമ്പോൾ, ലോകം വലിയ വെല്ലുവിളികളെ നേരിടുമ്പോൾ നാം ഒറ്റക്കെട്ടായി സമുദായ മൈത്രിക്കൊപ്പം നിന്ന് രാജ്യത്തിന് പുതിയ സമാധാന സന്ദേശം നൽകാൻ, സഹവർത്തിത്വത്തോടെ എല്ലാവരും ഒന്നിച്ചു പാർക്കുന്ന ഒരു ലോകം, അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുതയില്ലാത്ത ഒരു ലോകം, അത് കെട്ടിപ്പടുക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട്, പ്രിയപ്പെട്ടവരെ, ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹയുടെ ഒരു കാവ്യശകലത്തോടെ തന്നെ ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ദഇൽ അയ്യാമ തഫ്അലു മാ തശാഉ, ദഇൽ അയ്യാമ തഫ്അലു മാ തശാഉ, ദിനരാത്രങ്ങളെ നീ അതിന്റെ വഴിക്ക് വിട്ടേക്കൂ, അത് അതിന്റെ ഇഷ്ടം പോലെ പ്രവർത്തിക്കും. വതിബ് നഫ്സൻ ഇദാ ഹളറൽ ഖളാഉ, മരണമെത്തുമ്പോൾ നല്ല ഒരു നഫ്സിനെ നിന്റെ ഉള്ളിൽ സൃഷ്ടിക്കാൻ നീ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക. വലാ തഹ്സൻ ലിഹാദിസത്തിൽ ലയാലി, കാലത്തിന്റെ സംക്രമണങ്ങളെ കുറിച്ച് നീ അസ്വസ്ഥപ്പെടേണ്ട. ഫമാലി ഹവാദിസിദ് ദുനിയാ ബഖാഉ, ഈ ലോകത്തിന്റെ സംഭവ വികാസങ്ങൾക്ക് ഒരിക്കലും നിലനിൽക്കാൻ സാധിക്കില്ല, അത് അവസാനിച്ചു പോകും.
വകുൻ റജുലൻ അലൽ അഹ്വാലി ജൽദ വശീമതുക സമാഹതു വൽ വഫാഉ. സ്നേഹവും സഹിഷ്ണുതയുമായി ആയിരിക്കട്ടെ നിന്റെ സ്വഭാവം, സ്നേഹവും സഹിഷ്ണുതയും. ഈ സ്നേഹവും സഹിഷ്ണുതയുമാണ് രാജ്യം തേടുന്നത്, ലോകം തേടുന്നത്. ലോകത്തിന് ഇത് ആവശ്യമുണ്ട്. സമസ്തയുടെ സന്ദേശം അതാണ്, എന്നും അതാണ്. ആ മഹത്തായ സന്ദേശവുമായി മുന്നോട്ട് പോകുന്ന ഈ പ്രസ്ഥാനത്തിന്റെ സമ്മേളനത്തിൽ വന്ന് എന്റെ ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ കാണാനും ഇവിടെ രണ്ട് വാക്ക് പറയാനും പാർലമെന്റ് സമ്മേളനത്തിന്റെ ഇടയിൽ നിന്ന് ഇവിടെ വന്ന് ഈ സമ്മേളനത്തിന്റെ ഭാഗമാകാനും എന്റെ തന്നെ ഓർമ്മകളിലേക്ക് എത്രയെത്രയോ സമ്മേളനങ്ങളിലേക്ക് കണ്ണിയത്ത് ഉസ്താദമുറകൾ അടക്കമുള്ള എത്രയെത്രയോ മഹത്തുക്കളുടെ പ്രാർത്ഥനകളുടെ അലയൊലികൾ മുഴങ്ങുന്ന അന്തരീക്ഷത്തിന്റെ ഓർമ്മകളിൽ ഈ മഹത്തായ അധ്യായത്തെ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് നിങ്ങൾക്കൊക്കെ എൻ്റെ എളിയ വാക്കുകൾ കേട്ടതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ സ്നേഹ സന്ദേശത്തെ ഉന്നതമായി ഉയർത്തിപ്പിടിക്കാൻ നമുക്കൊന്നിച്ചൊറ്റക്കെട്ടായി മുന്നോട്ട് പോകാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ അവസാനിക്കും.